നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ലൈഫ് ടൈമിൽ വന്നൊരു കണ്ടീഷനായിരിക്കും എന്ത്, മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ഒരു തവണയെങ്കിലും നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവാം. ആ ഒരു സമയത്ത് നമുക്കുണ്ടായ ഇറിറ്റേഷൻ അല്ലെങ്കിൽ അസ്വസ്ഥത എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഭക്ഷണം തെറ്റിച്ചത് കൊണ്ടാണല്ലോ വന്നത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചധികം വെള്ളം കുടിക്കാമായിരുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചെറിയ കുട്ടികളെ വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞ് അവർ പാലൊക്കെ കുടിച്ച് തുടങ്ങി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് അവരിലും നമ്മൾ കണ്ടുവരാറുണ്ട് ഈ മലബന്ധം എന്ന് പറഞ്ഞൊരു പ്രശ്നം. അതിനുള്ളൊരു മെയിൻ കാരണം അമ്മമാര് കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങളാണ്. കാരണം കുഞ്ഞുങ്ങൾ ആ സമയത്ത് മുലപ്പാൽ മാത്രമേ കുടിക്കുന്നുള്ളൂ. അപ്പൊ എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റിപ്പേഷൻ വരണമെങ്കിൽ അത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിപ്പേഷനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ വന്നിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളുമാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട്, ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് പോലുള്ള അസുഖം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഫീവർ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് മലബന്ധം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഏതെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രശ്നമൊക്കെ ആളുകളിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് വ്യായാമക്കുറവ്. അതായത് നിങ്ങൾ ബോഡിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള കോൺസ്റ്റിപ്പേഷൻ, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് ഒരു സെഡൻറ്ററി ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകളിലും ഈ ഒരു പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം നിങ്ങൾ പ്രോപ്പറായിട്ട് കുടിക്കുന്നില്ലെങ്കിൽ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻസ് വരാം. ചില ആളുകൾക്ക് ഒന്നരാടൻ, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും അവർ പോകുന്നുണ്ടാവുക. അതുമൂലം അവർക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും. 1, 2, 3 ദിവസമായിട്ട് നിങ്ങൾക്ക് വയറ്റൊന്നും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം എന്തായാലും